ഹലോ അസ്സാം വലൈക്കും. ഫൈനലി കേന്ദ്ര സർക്കാർ നമ്മുടെ വിദ്യാർത്ഥികളുടെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നു. തീർച്ചയായിട്ടും മുട്ടുകുത്തേണ്ടി വരും. നാളത്തെ വാഗ്ദാനങ്ങളാണ്. നമ്മളെ ഇന്ത്യയിലെ നെടുന്തൂണുകളാണ് വിദ്യാർത്ഥികൾ. അവരെ നിങ്ങൾ എത്ര അടിച്ചമർത്തിയാലും അവരുടെ ശബ്ദം ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അവരുടെ ശബ്ദം എവിടെയൊക്കെ ഉയർന്നിട്ടുണ്ടോ അതിനൊക്കെ നീതി ലഭിച്ചിട്ടേ ഉള്ളൂ. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇതിൽ ശബ്ദിക്കാൻ കഴിവുള്ളവർ ശബ്ദിക്കുക തന്നെ ചെയ്യും. അത് ജനാധിപത്യത്തിൻ്റെ ഏതൊരു പൗരൻ്റെയും അവകാശമാണ്. ആ ഒരു ശബ്ദമായിട്ടേ ഇതിനെ കാണാൻ വേണ്ടിയുള്ളൂ. അതിൽ രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കി, മതംവൽക്കരിക്കാൻ നോക്കി, എല്ലാം നോക്കി. എന്നിട്ടോ നടക്കില്ല, വില പോവില്ല. വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭമാണ്. എത്ര എത്ര കുടുംബങ്ങളിലുള്ള ആൾക്കാർ ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നറിയാം. എന്നിരുന്നാലും കേന്ദ്രം ഈ നിലപാട് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വഴിയില്ല. ഇതിൻ്റെ ഈ ഒരു രാജിവെക്കല്ല എന്നല്ലാണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വേറെ കുറേ അടിച്ചമർത്താൻ നോക്കി. എന്നിട്ട് നടന്ന വിദ്യാർത്ഥികളാണ് മനസ്സിലാക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളുടെ ശബ്ദം ഉയർന്നിടത്തൊക്കെ നീതി ലഭിച്ചിട്ടേ ഉള്ളൂ. അനീതി എവിടെ നടക്കുന്നോ ഒരു പേടി ഉണ്ടാവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും ആവാം, നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ളൊരു ധാർഷ്ട്യം ഒരിക്കലും ഒരു രാജ്യം ഭരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവാൻ പാടില്ല. ചോദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. നീതി എവിടെയാണുള്ളത് ആ നീതി ജയിക്കുക തന്നെ ചെയ്യും. ജയ് ഹിന്ദ്.